നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ചാപ്റ്റർ 1-ലെ ലാസ്റ്റ് എക്സസൈസ് പാർട്ടാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ടു ആക്സസ്? ഇവിടെ എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെയാണ്? പോയിന്റ് 2 ആക്സസ് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസ് ഏതാണ്? ഹൊറിസോണ്ടൽ ലൈനെയാണ് എന്ത് പറയുന്നത്? എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ് എന്നുമാണ് അറിയപ്പെടുന്നത്. സോ എക്സ് ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റ് നമ്മൾക്കറിയാം, ഓൾറെഡി പഠിച്ചു. ഈ ഒരു പോയിന്റ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എന്താണ് അറിയപ്പെടുന്നത്? ഒറിജിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് ഒറിജിൻ എന്നറിയപ്പെടുന്നത്. ഒറിജിൻ ഡിനോട്ട് ചെയ്യുന്നത് O, ക്യാപിറ്റൽ ലെറ്റർ O ആണ്. ക്യാപിറ്റൽ ലെറ്റർ O ഉപയോഗിച്ചാണ് ഒറിജിൻ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ എക്സ് ആക്സിസും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഏതായിരിക്കും? 0 and 0. 0, 0 ആയിരിക്കും. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? എക്സ് കോർഡിനേറ്റ് 0 and y coordinates is also 0. So x comma y is equal to 0, 0. ഇതാണ് ഇതിന്റെ ആൻസർ. So next question. Point W has x coordinate equal to -5. Can you predict the coordinates of h which is on the line through W parallel to the y-axis? Which quadrant can h lie in? ഇവിടെ ക്വസ്റ്റ്യനില് W എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. സോ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് പറയുന്നുണ്ട്, ബട്ട് എന്ത് പറയുന്നില്ല? വൈ കോർഡിനേറ്റ് എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഡബ്ല്യൂയുടെ എക്സ് കോർഡിനേറ്റ്, W എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് വരുന്നത്? x coordinates equal to -5. x coordinates -5 ആണ് വരുന്നത്. ബട്ട് എന്ത് പറയുന്നില്ല? y കോർഡിനേറ്റ് പറയുന്നില്ല. ഇവിടെയാണ് എക്സ് കോർഡിനേറ്റ് -5 ആകുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇതാണ് -5 വരുന്നത്. പക്ഷെ -5 എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ അത് വൈ കോർഡിനേറ്റ് പറയാത്തിടത്തോളം നമ്മൾക്ക് വൈ കോർഡിനേറ്റ് എവിടെയാണെന്ന് കറക്റ്റ് പറയുന്നില്ല. അത് ഒന്നുകിൽ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആവാം, അപ്പോൾ വൈ കോർഡിനേറ്റ് ഈ ഒരു ലൈനിൽ എവിടെയും ആകാം. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആവുമ്പോൾ അത് താഴേക്ക് വരാം. ദെൻ അതുപോലെ വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് എക്സ് ആക്സിസിനും വരാം. അപ്പോൾ W ഈ ഒരു ലൈനില് എവിടെ വേണമെങ്കിലും ഈ W എന്നുള്ള പോയിന്റ് വരാം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -5 ആണ്. ദെൻ എന്തുകൂടെ പറയുന്നുണ്ട്? W പാരലൽ ടു എക്സ് ആക്സിസ്. W സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണ് W സ്ഥിതി ചെയ്യുന്നത്. സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരക്കാം. ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് -5 ആണ്. അതുകൊണ്ട് തന്നെ ഏതിലൂടെയാണ് വരക്കേണ്ടത്? -5 എന്നുള്ള ലൈനിലൂടെയാണ് വരക്കേണ്ടത്. -5 എന്നുള്ള പോയിന്റ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന ലൈനിലൂടെയാണ് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ഒരു ലൈൻ വരക്കുന്നത്. സോ ആ ലൈന് നമ്മൾക്ക് നെയിം കൊടുക്കാം, L എന്ന് കൊടുക്കാം, ലൈൻ L എന്ന് കൊടുക്കാം. വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഒരു ലൈൻ വരുന്നത്. അടുത്തതായി പറയുന്നത് H എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. H എന്നുള്ള പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? L എന്നുള്ള ഈ ഒരു ലൈനിലാണ് H എന്നുള്ള പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ എച്ച് എന്തൊക്കെയാവാം? എച്ചും ഇതേ കേസ് തന്നെയാണ് എച്ചിന് വരുന്നത്. എച്ച് ഏതായിരിക്കും? എച്ചിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? -5 തന്നെയാണ്. ഡബ്ല്യു പോലെ തന്നെ എച്ചിന്റെയും എക്സ് കോർഡിനേറ്റ് -5 തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് എച്ച് എടുക്കുന്നതെങ്കിൽ, ഈ ഒരു പോയിന്റിലാണ് എച്ച് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? -5 തന്നെയാണ്. വൈ കോർഡിനേറ്റ് ഇവിടെ 7 ആണ് വരുന്നത്, അതായത് പോസിറ്റീവ് നമ്പർ. ഇപ്പൊ ഇവിടെയാണെങ്കിൽ 6 ആയിരിക്കും വരിക. ദെൻ എക്സ് ആക്സിസിലാണ് എച്ച് എന്നുള്ള പോയിന്റ് എക്സ് ആക്സിസിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ വൈ എന്തായിരിക്കും? 0 കോർഡിനേറ്റ് ആയിരിക്കും. ദെൻ എക്സ് കോർഡിനേറ്റ് -5 ആയിരിക്കും. ദെൻ എച്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ, എച്ച് ഈ ഒരു പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് -5ഉം വൈ കോർഡിനേറ്റ് -7ഉം ആയിരിക്കും. അതായത് ഇത് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ -8 ആയിരിക്കും, അല്ല ഇവിടെയാണെങ്കിൽ -10 ആയിരിക്കും. അപ്പൊ താഴേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. ബട്ട് ഇതിനൊക്കെ ഏതിനാ മാറ്റമില്ലാണ്ട് സ്ഥിതി ചെയ്യുന്നത്? എക്സ് കോർഡിനേറ്റിന് ചേഞ്ച് ഇല്ല. അപ്പോ എച്ചിന്റെ എക്സ് കോർഡിനേറ്റ്, therefore എച്ചിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ കോർഡിനേറ്റ് ഓഫ് എച്ച് ഈസ് -5. എക്സ് കോർഡിനേറ്റ് -5, വൈ കോർഡിനേറ്റിന് ചേഞ്ച് ചെയ്യാം. സോ വൈ കോർഡിനേറ്റ് വൈ ആയിട്ട് എടുക്കാം. വൈ ഏത് നമ്പറും ആകാം. 0 ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പേഴ്സും ആകാം. ദെൻ അടുത്തത് പറയുന്നത് വിച്ച് ക്വാഡ്രന്റ് ക്യാൻ എച്ച് ലൈ ഇൻ? എച്ച് ഏത് ക്വാഡ്രന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടെ പറയുന്നുണ്ട്. ക്വാഡ്രന്റ് എന്താണെന്ന് അറിയാം. എക്സ് ആൻഡ് വൈ ആക്സിസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ 4 ക്വാഡ്രന്റ് ഉണ്ടാകും. അതിൽ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു പാർട്ട് സെക്കൻഡ് ക്വാഡ്രന്റ്, ദെൻ തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ എച്ച് ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എച്ച് ഉള്ളതെങ്കിൽ എന്തായിരിക്കും? അത് ഏത് നമ്പർ വരുമ്പോഴാണ് എച്ച് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്ന് നോക്കാം. if h is equal to if y greater than 0, y greater than 0, അതായത് y കോർഡിനേറ്റ്, ഇവിടെ എച്ചിന്റെ ഒരു കോർഡിനേറ്റ് നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എച്ചിന്റെ ഒരു കോർഡിനേറ്റ് ആണ് -5, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 7. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, പോസിറ്റീവ് നമ്പർ ആണ്. വൈ കോർഡിനേറ്റ് ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ വൈ കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എച്ച് ലൈസ് ഇൻ എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. എച്ച് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ആൻഡ് h is equal to if y is equal to 0, ഇവിടെ എക്സ് ആക്സിസിലാണ് എച്ച് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും വരിക? -5ഉം y കോർഡിനേറ്റ് 0യുമാണ് വരുന്നത്. സോ ഇഫ് y is equal to 0, y equal to 0, then h lies in എവിടെ വരും? എവിടെയാണ് വരുന്നത്? എക്സ് ആക്സിസിലാണ് വരുന്നത്. h lies in എക്സ് ആക്സിസ്. then h ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് -5ഉം അപ്പൊ വൈ കോർഡിനേറ്റ് -7ഉമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വൈ കോർഡിനേറ്റ്സിന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തേ ഉള്ളൂ. അത് ഈ ഒരു ലൈനിൽ എവിടെയും ആകാം. സോ ഇവിടെ y ലെസ് താൻ ആണ്, y ലെസ് താൻ 0 ആണ്. y ലെസ് താൻ 0, then h lies in തേർഡ് ക്വാഡ്രന്റ്. ഇങ്ങനെ എച്ച് ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും അതുപോലെ തന്നെ എക്സ് ആക്സിസിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. Question: Consider the points
R 3, 0, A 0, minus 2, M minus 5, minus 2, and P minus 5, 2. If they are joined in the same order, predict first one, two sides of RAMP that are perpendicular to each other, and second one side of RAMP that is parallel to one of the axes, and third one, 2 points that are mirror images of each other in one axis. Which axis will this be? Now plot the points and verify your predictions. ഇവിടെ ക്വസ്റ്റ്യനിൽ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 4 പോയിന്റ്സിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 പോയിന്റ്സ് ഏതൊക്കെയാണ്? R 3, 0, ഇവിടെ എക്സ് കോർഡിനേറ്റ് 3യും വൈ കോർഡിനേറ്റ് 0യുമാണ്. ദെൻ A 0, minus 2. Then M is minus 5, minus 2. Then P is minus 5, 2. ഈ 4 പോയിന്റ്സും നമ്മൾ ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്ത് അവ തമ്മിൽ യോജിപ്പിക്കണം. സോ എങ്ങനെ ഇത് യോജിപ്പിക്കാമെന്ന് നോക്കാം. ആർ എവിടെയാണ്? ആർ എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? 2 കോർഡിനേറ്റ്സും എന്താണ്? പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. അപ്പോൾ 3x കോർഡിനേറ്റ് 3 ആണ്, y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെയാണ് വരിക. ഓൺ ദ എക്സ് ആക്സിസ് എക്സ് കോർഡിനേറ്റ് 3യും y കോർഡിനേറ്റ്സ് 0യുമാണ് വരുന്നത്. ദാറ്റ് ഈസ് 3, 0. പോയിന്റ് ഏതാണ്? ഇതിൻ്റെ നെയിം ഏതാണ്? R. Then next one, A 0, minus 2. X കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 വരുമ്പോൾ ഏതായിരിക്കും? y ആക്സിസിലാണ് വരിക. എക്സ് കോർഡിനേറ്റ് 0 വരുമ്പോൾ y ആക്സിസിലായിരിക്കും പോയിന്റ് വരിക. ദെൻ y കോർഡിനേറ്റ്സ് minus 2 ആണ്. അതായത് y ആക്സിസിലാണ് പോയിന്റ് വരുന്നത്. പോയിന്റ് നെയിം A ആണ്. 0, minus 2 കോർഡിനേറ്റ്സ്. Then next M minus 2, minus 5, minus 2 ആണ് വരുന്നത്. അപ്പോൾ 2 നമ്പേഴ്സും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് ക്വാഡ്രന്റിലാണ് വരിക? തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. അപ്പോൾ എക്സ് -5 ആണ്. എക്സ് -5 ആൻഡ് y -2. എക്സ് കോർഡിനേറ്റ് -5ഉം y കോർഡിനേറ്റ് -2ഉം. പോയിന്റിൻ്റെ പേരാണ് M -5, -2. Then last one, P -5 and 2. -5 x കോർഡിനേറ്റ് -5 ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. -5 x കോർഡിനേറ്റ്സ് -5 ആൻഡ് y കോർഡിനേറ്റ്സ് 2. ഇവിടെയാണ് പോയിന്റ് വരുന്നത്. P is -5, 2. X coordinates -5, y coordinate 2. Then ഇവ തമ്മിൽ യോജിപ്പിക്കുക. PM and PR. PRലേക്ക് വരക്കുക. Then next വരുന്നത് MA. Then AR. ഈ ഒരു ഷേപ്പിലാണ് ഫിഗർ കിട്ടുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ ചെയ്യണം. 2 sides of RAMP. RAMP. 2 sides of RAMP that are perpendicular to each other. അതായത് ഇതിൻ്റെ ഈ ഒരു ഫിഗറിൽ 2 sides പെർപെൻഡിക്കുലർ ആണ്. ഏതൊക്കെയാണ് അത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഈ 2 സൈഡും മാത്രമേ ഇവിടെ പെർപെൻഡിക്കുലർ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ സൈഡാണ്? PM ഉം MA ആണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. PM ആൻഡ് MA. ഈ 2 സൈഡാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ PM
പെർപെൻഡിക്കുലർ ടു പി എം പെർപെൻഡിക്കുലർ ടു ഏതിനാണ് എം എ എന്നുള്ള സൈഡിന് എം എ പി എം ഈസ് പെർപെൻഡിക്കുലർ ടു എം എ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വൺ സൈഡ് ഓഫ് ആർ എ എം ബി ദാറ്റ് ഈസ് പാരലൽ ടു വൺ ഓഫ് ദ ആക്സസ് ഒരു സൈഡ് ഇതിൽ ഒരു സൈഡ് ഏതിന് പാരലൽ ആയിട്ട് വരുന്നുണ്ട് ആക്സിസിന് പാരലൽ ആയിട്ടുണ്ട് വൺ ഓഫ് ദ ആക്സസ് ഏതൊക്കെ ആക്സസ് ഉള്ളത് എക്സ് ആക്സിസും വൈ ആക്സിസും അപ്പോൾ ഏതോ ഒരു ആക്സിസിന് പാരലൽ ആയിട്ട് വൺ സൈഡ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാണ് ഇവിടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന സൈഡാണ് എം എ ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നതാണ് എം എ അതുപോലെ ഇവിടെ വൺ സൈഡേ പറയുന്നുള്ളൂ ബട്ട് ഏത് കൂടെ വരുന്നുണ്ട് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഏത് സൈഡും കൂടെ ഇവിടെ വരുന്നുണ്ട് എം പി എന്നുള്ള സൈഡും കൂടി ഇത് പാരലൽ അല്ലേ വൈ ആക്സിസിന് പാരലൽ അല്ലേ ഈ വൈ ആക്സിസിന് പാരലൽ ആണ് ഇവിടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് എം പി എന്നുള്ള സൈഡും വരുന്നത് സോ നമ്മൾക്ക് ഇവിടെ വൺ സൈഡേ പറയുന്നുള്ളൂ വൺ സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ എം എ ഏതിന് പാരലൽ ആയിട്ട് എടുക്കാം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് എം എ എന്നുള്ള സൈഡ് വരുന്നുണ്ട് സോ എം എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എം എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ഇവിടെ എം പിയും പാരലൽ ആയിട്ട് തന്നെയാണ് വരുന്നത് എം പി പാരലൽ ടു y axis MB is parallel to y axis അതും സെയിം തന്നെയാണ് ടു സൈഡ് പാരലൽ ആയിട്ട് വരുന്നുണ്ട് then third one 2 points that are mirror images of each other in one axis which axis will this be ഇവിടെ മിറർ ഇമേജ് ആയിട്ട് ഒരു ആക്സിസിന് അതായത് ഒരു ആക്സിസിൻ്റെ സെൻറ്ററിലൂടെ ഇത് ആക്സിസ് ഇതിൻ്റെ സൈഡിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അത് മിറർ ഇമേജ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത് സോ ഇവിടെ ഏത് സൈഡാണ് മിറർ ഇമേജ് ആയിട്ട് കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത് സോ ഈ എം പി എന്നുള്ള ഒരു സൈഡ് എം എന്നുള്ള പോയിന്റ് -5ഉം -2ഉമാണ് പി എന്നുള്ള പോയിന്റ് -2 and 2 ആണ് ഇവ സെൻറ്ററിലൂടെയാണ് കാരണം എക്സ് കോർഡിനേറ്റ് വരുന്നത് -5 ആണ് ബട്ട് വൈ കോർഡിനേറ്റ് വരുന്നത് -2ഉം 2ഉമാണ് വരുന്നത് സോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് സോ ഇത് എക്സ് ആക്സിസ് ആണ് ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എക്സ് ആക്സിസ് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ്റെ മിറർ ഇമേജ് ആയിട്ട് നമ്മൾക്ക് ഏതെടുക്കാം ഈ ഒരു പോർഷൻ എടുക്കാം ഇവിടുന്ന് ഇവിടേക്കുള്ള പോർഷൻ എടുക്കാം സോ ഇവിടെ എക്സ് ആക്സിസ് സെയിം ആണ് ബട്ട് വൈ കോർഡിനേറ്റ് പോസിറ്റീവ് സെയിം നമ്പർ തന്നെ നെഗറ്റീവും പോസിറ്റീവുമാണ് അതുകൊണ്ട് തന്നെ മിറർ ഇമേജ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് പിയും എമ്മുമാണ് മിറർ ഇമേജ് ആയിട്ട് വരുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത് ഇവ തമ്മിലാണ് മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് So 2 points that are mirror images of each other in one axis. ഏത് ആക്സിസിലാണ് എക്സ് ആക്സിസിലാണ് ഇവ മിറർ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നത് സോ ഏതൊക്കെ പോയിന്റ് ആണ് വരുന്നത് എം എന്നുള്ള പോയിന്റും അതുപോലെ തന്നെ പി എന്നുള്ള പോയിന്റ്സുമാണ് മിറർ ഇമേജസ് ഫോം ചെയ്യുന്നത് സോ എം ആൻഡ് പി ആർ mirror images of each other in the x-axis ഏത് ആക്സിസിനാണ് എക്സ് ആക്സിസിനാണ് മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് സോ എക്സ് ആക്സിസ് എം ആൻഡ് പി അപ്പോൾ എന്തൊക്കെ കിട്ടി ഇവിടെ പി എം പാരലൽ ടു എം എ ആണ് അതുപോലെ തന്നെ പി എം പെർപെൻഡിക്കുലർ ടു എം എ ആൻഡ് എം എ പാരലൽ ടു എക്സ് ആക്സിസ് അതുപോലെ തന്നെ എം ബി പാരലൽ ടു വൈ ആക്സിസ് എന്നുകൂടെ നമ്മൾക്ക് പറയാം അതിവിടെ ചോദിച്ചിട്ടില്ല വൺ സൈഡ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എം കോമ പി ആർ മിറർ ഇമേജസ് ഓഫ്
ഈച്ച് അതർ ഇൻ ദ എക്സ് ആക്സിസ്. ഇത്രയുമാണ് തേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, float point set 5, -6 on the Cartesian plane. Construct a right angle triangle I set n and find the length of 3 sides. Comment. Answer may differ from person to person. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. പോയിന്റ് ഏതാണ്? സെറ്റ് എന്നുള്ള ഒരു പോയിന്റ് ആണ്. 5 - 6 ആണ് അതിന്റെ കോർഡിനേറ്റ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് 5ഉം വൈ കോർഡിനേറ്റ് -6ഉം. അപ്പൊ എക്സ് കോർഡിനേറ്റ് 5, വൈ കോർഡിനേറ്റ് -6. ഏത് ക്വാഡ്രന്റിലാണ് വരിക? ഫോർത്ത് ക്വാഡ്രന്റ്, നാലാമത്തെ ക്വാഡ്രന്റിലാണ് വരിക. അപ്പൊ 5ഉം -6ഉമാണ്. 5 and -6. X coordinate 5, y coordinates -6. ഈ ഒരു പോയിന്റിലാണ് സെറ്റ് വരുന്നത്. 5, -6. Then I construct a right angled triangle. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യണം. അതായത് 90 ഡിഗ്രി ഒരു ആംഗിൾ, വൺ ആംഗിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന്റെ വൺ ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരക്കണം. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് വരേണ്ടത്. സോ അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരക്കാം. ഈ സെറ്റ് അതിൽ ഉൾക്കൊള്ളണമെന്നേ ഉള്ളൂ. സെറ്റ് വേണമെങ്കിൽ റൈറ്റ് ആംഗിൾ സെറ്റ് എന്നുള്ള പോയിന്റിലായിരിക്കാം വേണമെങ്കിൽ റൈറ്റ് ആംഗിൾ ആക്കേണ്ടത്. അല്ല എങ്കിൽ ഏതിലും ഐ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 കോർണർ ആണ്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് റൈറ്റ് ആംഗിള് വരത്തക്ക രീതിയിൽ വരക്കാം. സോ നമുക്ക് എങ്ങനെ ഇതിൽ ഈസി ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ട് ഏതാണ് വരക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും വരക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരാള് ഓരോരോ രീതിയിലായിരിക്കും വരക്കാം. ഈ രീതിയിലൊന്ന് ഇവിടെ വരച്ചു നോക്കാം. സെറ്റ് 5, -6 and ഐ ഒറിജിനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ വരുന്നത് ഏതായിരിക്കും? 0, 0. എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് 0യും ആയിരിക്കും. അതുപോലെ തന്നെ എൻ, ഐ സെറ്റ് എൻ ആണ്. അപ്പോൾ എൻ ഏതാണ് വരിക? എൻ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലാണ്. അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് 5 ആണ് ഇവിടെ വരുന്നത്. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിലായത് കൊണ്ട് എക്സ് കോർഡിനേറ്റ് ഇവിടെ 5 യൂണിറ്റ് ആണ് വരുന്നത്. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എൻ 5, 0 ആണ്. ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ എന്നുള്ളതാണ് റൈറ്റ് ആംഗിൾഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. റൈറ്റ് ആംഗിൾ വരുന്നത് എന്നുള്ള പോയിന്റിലാണ്. സൈഡ്സിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സൈഡ് ആയിട്ട് എടുക്കുന്നത് IN ആണ്. INന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് 0യുമാണ്. അതുപോലെ ഇവിടെ എക്സ് കോർഡിനേറ്റ് 5ഉം വൈ കോർഡിനേറ്റ് 0യുമാണ്. അത് വൈ കോർഡിനേറ്റ് തമ്മിൽ ക്യാൻസൽ ആയി പോകും. കാരണം 0 - 0 0 ആണ്. Then 0 - 5 ആണ് വരുന്നത്. 0 - 5 x coordinate 0 - 5 is 5. Then next one n set ന്റെ ലെങ്ത് x coordinate 5ഉം 5ഉം ആണ്. അതുകൊണ്ട് തന്നെ അവ ക്യാൻസൽ ആയി പോകും. Then y coordinate 0 - 6. 0 - -6 ആണ് വരുന്നത്. That is 6. n സെറ്റിന്റെ ലെങ്ത് വരുന്നത് 6 ആണ്. Then and the last one I set എന്നുള്ള സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 നമ്പേഴ്സ് ഡിഫറെന്റ് ആണ് വരുന്നത്. I എന്നുള്ളത് 0 0 ആണ് കോർഡിനേറ്റ്സ്. ആൻഡ് സെറ്റിന്റെ കോർഡിനേറ്റ് വരുന്നത് 5ഉം
5, -6 ആണ്. അതുകൊണ്ട് 2 കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റും വരുന്നുണ്ട്, y കോർഡിനേറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. x2 minus x1 whole square plus y2 minus y1 whole square. ഈ ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്യണം. That's equal to square root of x2. x2 ഏതാ വരുന്നത്? ഇത് x1 y1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ this one is x2 y2. Then x2 വരുന്നത് 5 minus 0 whole square plus y2 is -6 minus 0 whole square. This is equal to square root of 5 square. 5 minus 0 is 5 square plus -6 whole square. -6 whole square is, and then next another square root of 5 square. 5 square is 5 into 5, 25 plus -6 into -6 is 36. That's equal to 25 plus 36 is 61. 61 is it is a prime number ആണ്. അതുകൊണ്ട് ഇതിന് സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് കറക്റ്റ് വാല്യൂ കിട്ടൂല. അതുകൊണ്ട് തന്നെ 61 ആയിട്ട് തന്നെ എടുക്കാം. ഡിസ്റ്റൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 61 ആയിട്ട് തന്നെ എടുക്കാം. സോ ലാസ്റ്റ് വൺ I സെറ്റിന്റെ ലെങ്ത് സ്ക്വയർ റൂട്ട് ഓഫ് 61. അപ്പോൾ ഏതൊക്കെ ത്രീ സൈഡിന്റെയും ലെങ്ത് കിട്ടി. IN is equal to 5 and LZ is equal to 6 and IZ is equal to 61 units. Okay. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ട്രയാങ്കിളിന് വേറെ രീതിയിലും വരക്കാം. ഇവിടെ ഈ ട്രയാങ്കിൾ തന്നെ വരക്കണമെന്നില്ല. എക്സാമ്പിൾ ആയിട്ട് വേറൊരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. Z is equal to 5 minus 6. ഇതാണ് സെറ്റിനുള്ള പോയിന്റ് 5, -6. Then ഈ രീതിയിൽ ഇത് സെറ്റിനെ നമ്മൾക്ക് റൈറ്റ് ആംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സെറ്റ് ഇപ്പോൾ റൈറ്റ് ആംഗിൾ ആയിട്ട് സെറ്റിനുള്ള പോയിന്റിലാണ് റൈറ്റ് ആംഗിൾ വരുന്നതെങ്കിൽ ഈ രീതിയിൽ വരക്കാം. -6 to 5. ഈ രീതിയിൽ ട്രയാങ്കിൾ വരക്കാം. അതുപോലെ തന്നെ പല രീതിയിലും നമ്മൾക്ക് ഓരോരാൾക്കും വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ രീതിയിൽ ട്രയാങ്കിൾ വരക്കാം. ബട്ട് എന്താവണം? ഏതെങ്കിലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവണമെന്നേ ഉള്ളൂ. ദെൻ അവയുടെ സൈഡിന്റെ ലെങ്ത് കാണുക. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻസും തുടർന്ന് അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ദെൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.